ജീവൻ രക്ഷിക്കാൻ ആഴങ്ങളിൽ ഇറങ്ങുന്നവർ നേരിടുന്നത് കടുത്ത അവഗണന. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു ദിവസം ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയുടെ ജീവന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച സ്കൂബ ഡൈവർമാരെ നാം കണ്ടതാണ്. സ്വന്തം ജീവന് വില കൽപ്പിക്കാതെയാണ് ഇവർ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഇവർക്ക് അർഹമായ പരിഗണന നമ്മുടെ ഭരണ സംവിധാനം നൽകുന്നുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. പരിഗണന നൽകുന്നില്ലെന്ന് മാത്രമല്ല, ഇവർ നേരിടുന്ന അവഗണന ഒട്ടും ചെറുതല്ലതാനും. പ്രതിമാസം കേരള ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവർക്ക് റിസ്ക് അലവൻസ് ഇനത്തിൽ സർക്കാർ നൽകുന്നത് വെറും 500 രൂപ മാത്രമാണ്. അതായത് ഒരു ദിവസം റിസ്ക് അലവൻസായി ലഭിക്കുന്നത് 16 രൂപ 12 പൈസയാണ്. കൂടാതെ ഡൈവിങ്ങിന് പ്രത്യേക ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും വർഷങ്ങളായി സർക്കാർ പരിഗണിച്ചിട്ടില്ല. റിസ്ക് അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഈ ആവശ്യം സർക്കാർ തള്ളുകയാണ് ചെയ്തത്. ഇവർക്ക് ഡൈവിംഗ് ഇൻഷുറൻസോ സുരക്ഷിതമായ സ്കൂബ സ്യൂട്ടോ ഇല്ലെന്നുള്ളതും വാസ്തവമാണ്. അതായത് ആഴത്തിലേക്ക് എടുത്തു ചാടുന്ന സ്കൂബ ഡൈവർക്ക് അപകടം പിണഞ്ഞാൽ 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന് സാരം. കൂടാതെ മാലിന്യത്തിലും രാസലായനികളിലും രക്ഷാപ്രവർത്തനത്തിനിറങ്ങുമ്പോൾ അപകടം പറ്റാതിരിക്കാൻ പ്രത്യേക സ്യൂട്ടുകൾ ആവശ്യമാണ്. എന്നാൽ ഇവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത സ്യൂട്ടുകളാണ്. ജോയിയുടെ ജീവന് വേണ്ടി ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ മാലിന്യം നിറഞ്ഞ ഓവുചാലിൽ മണിക്കൂറുകളോളമാണ് സ്കൂബ ഡൈവർമാർ പ്രവർത്തിച്ചത്. ഇവിടെ ടണലിലെ മാലിന്യങ്ങൾ കൈകൊണ്ട് നീക്കിയാണ് ഡൈവർമാർ ജോയിക്കായുള്ള തിരച്ചിൽ നടത്തിയതും. ഇതുപോലെയുള്ള നിരവധി സാഹചര്യങ്ങളിലൂടെയാണ് സ്കൂബ ടീം ദിവസവും കടന്നു പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനാൽ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരുടെ ജീവനു വേണ്ടി ആഴങ്ങളിൽ മുങ്ങാങ്കുഴി ഇടുന്നവരുടെ ജീവനും ജീവിതത്തിനും സുരക്ഷയൊരുക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്.